ഹലോ കൂട്ടുകാർ, നമ്മളിതാ ഒരു കിടുക്കാച്ചി ഡിസൈനായിട്ട് കിടുക്കാച്ചി മെറ്റീരിയലായിട്ട് എത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട ഈ വർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് പല ഷെയ്ഡിലും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീകോക്ക് ബ്ലൂവിലാണ് പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ല പ്രൈമറാണ്, നമ്മൾ ഒന്നിൻ്റെ നല്ല പെയിൻറ്റ് അതിനേക്കാൾ നല്ലൊരു പ്രൈമർ, നല്ല ഏഷ്യൻ്റെ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 2 വട്ടം അടിച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങിയതിന് ശേഷം എക്സിനോടെ സിമെൻറ്റ് ടെക്സ്ചർ എടുത്തു. അതിന് ശേഷം നമ്മൾ നല്ല ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കമ്പ്യൂട്ടർ സ്റ്റൈനറി ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ബേസിനൊക്കെ ലേശം കൂടി ഡാർക്കാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യാണ്. കുറച്ചും കൂടി ലൈറ്റായി, കുറച്ചും കൂടി നമുക്ക് സ്റ്റൈനർ കൂട്ടിയാലോ, അങ്ങനെ ഒന്നും കൂടി കൂട്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ട് നമ്മളിത് ചെയ്യുകയാണ്. ഈ മെറ്റീരിയൽ ചെയ്യാൻ വളരെ സിമ്പിളാട്ടോ. പിന്നെ എന്താ വെച്ചാൽ അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. ഇത് ഉപയോഗിച്ച് കുറേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കളറിലായതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ. ഞങ്ങളെന്താ വെച്ചാൽ അത്യാവശ്യം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴും ആ ആപ്ലിക്കേറ്റർ ചെയ്യേണ്ടത് ആ കമ്പനി പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്താലുള്ളൂ നമുക്ക് നമ്മുടെ ചുമരിലേക്ക് ആ ഡിസൈൻ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ നോക്കിക്കോ, നിങ്ങൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തുടങ്ങി നമ്മൾ ചെയ്യുമ്പോഴത്തേന് ശരിക്കും പോഗ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മൾ 6 ഇഞ്ച് ബ്ലേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഓണറൊക്കെ നമ്മുടെ ക്യാമറയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി മൂപ്പര് നോക്കി പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ വരുന്നു, ഫോട്ടോ എടുക്കുന്നത്, എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. ഈ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ട് സെൽഫി എടുത്ത് പോവുക. ഒരുപാട് സന്തോഷം കേസ്. ഇതൊക്കെ നമ്മളെല്ലാവരും അറിയപ്പെടുന്നുണ്ടല്ലോ. ഇത്രയും കാലത്തിന് ശേഷം ഒരുപാട് നമ്മൾ വെറൈറ്റി വർക്കുകൾ ചെയ്തു. എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും നമ്മളെ കാണുന്നു, പരിചയപ്പെടുന്നു, സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളുമാണ് ഞങ്ങളുടെ ഓരോ വീഡിയോയുടെയും വിജയം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തൊട്ട് ഇതുപോലെ ഇങ്ങനെ ശരിക്കാട്ടില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഫോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ വിളിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൽ ഇനോഗ്രേഷൻ നാളെ നടക്കുമ്പോൾ അതിന് തലേ ദിവസം രാത്രിയാണ്. പെട്ടെന്ന് ഒരാശയം തോന്നി ഈ ഒരു വാളിൽ എൻജിനീയർക്ക് ഇതുപോലെ സിമെൻറ്റ് ടെക്സ്ചർ ചെയ്യാമെന്ന് തോന്നിയപ്പോഴാണ് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വയനാട്ടുകാർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിരുന്നു കേസ്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം ഒരു കോട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ 400 പേപ്പർ ഇടുകയാണ്. 400 പേപ്പർ ഇട്ട് ഒന്ന് സ്മൂത്ത് ചെയ്യുക. ഇത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട, ഫോഗ് ഡിസൈൻ നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ ബ്ലേഡിൻ്റെ പാടുകൾ പരമാവധി ഒഴിവാക്കി ചെയ്താൽ നമുക്കധികം പേപ്പറിങ്ങും കാര്യങ്ങളും വേണ്ട. ഓരോ ആപ്ലിക്കേറ്റർമാരുടെ കഴിവ് പോലെയാണ് ഓരോ വർക്കിലും അതിൻ്റെ ഫിനിഷിങ് വരിക. അപ്പോൾ ഞങ്ങളിതൊരു 400 പേപ്പർ ഇടാൻ പോവുകയാണ്. 400 പേപ്പറൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നന്നായിട്ട് പേപ്പർ ചെയ്യണം. കാരണം 400 പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെക്കന്മാരൊക്കെ വന്നിട്ട് ക്യാമറയും ഫോട്ടോ ഒക്കെ ഇതൊക്കെ കൂടി എടുത്തിട്ട് അവന്മാർ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പൊക്കയിലൊക്കെ ആയി. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 1000-ൻ്റെ ഒരു പേപ്പറും കൂടി, സെക്കൻഡ് കോട്ട് ഇന്ന് കാണിക്കുന്നില്ല, 1000-ൻ്റെ ഒരു പേപ്പറും കൂടി നമ്മൾ ഇട്ട് വാഷ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ ഉണ്ട് കേട്ടോ. വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ പേപ്പർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ക്ലോത്ത് വെച്ച് നല്ല തുടച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ വർക്ക് അമ്മമാർ പൊളിയായി കേസ്. ഇനി നമുക്ക് ഇതെങ്ങനെ പോളിഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ വാക്സ് ആയിട്ടോ നമ്മൾ വാക്സ് ഇട്ട് ഫുട്വെയറിന് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാർ പോളിഷ് വെച്ച് ഇതുപോലെ പോളിഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വേറെ ലുക്കായിരിക്കും, ക്ലാസ് പോലെയാകും ഗൈസ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിച്ചെന്നുള്ളൂ വാക്സ് ഇട്ടിട്ട് ഇത് ചെയ്ത ഭാഗം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ടോപ്പ് സ്റ്റാർ ഫോർ പെയിൻറ്റിംഗ് സർവീസ്. നമ്മൾ ആ 2 വേറെ ഷെയ്ഡ് കൂടി ചെയ്ത് എനിക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ.